ഹായ് ഗായസ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്കിനി ഒരു ദിവസം മാത്രമേ വോട്ടിങ്ങിൽ അവശേഷിക്കുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ 7 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. നമ്മുടെ ഈ തവണത്തെ എവിക്ഷനിൽ ചിലപ്പോൾ 1-2 മത്സരാർത്ഥികളാകും പുറത്തു പോകുന്നത്. അത് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വരും മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അനീഷുമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ആ പോരാട്ടത്തിനൊടുവിൽ തൻ്റെ 1ാം പൊസിഷൻ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് അനുമോൾ. ഇപ്പോൾ 50,123 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് കടുത്ത മത്സരമാണ് അനുമോളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഓരോ മണിക്കൂർ ഇടപെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 49,123 വോട്ട് നേടി ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 2ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയുടെ കാര്യത്തിൽ വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വമ്പിച്ചൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 43,265 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 3ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. 4ാം പൊസിഷനിൽ ആര്യനാണ് ഉള്ളത്. ആര്യൻ ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ 4ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരാൻ സാധിച്ചിരിക്കുകയാണ്. 39,008 വോട്ട് നേടിയാണ് 4ാം പൊസിഷൻ നിലകൊള്ളുന്നത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറും കാര്യമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഈ ആഴ്ചയിൽ കണ്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടെ ഒരു 38,009 വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. വരും മണിക്കൂറിൽ വോട്ടിംഗ് അക്ബറിന് വളരെ നിർണായകമാണ്. 6ാം പൊസിഷനിൽ സാബുമാനാണ് ഉള്ളത്. നേരത്തെ നെവിനെ അട്ടിമറിച്ചുകൊണ്ട് 6ാം പൊസിഷനിൽ വന്നതിന് ശേഷം വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി അക്ബറുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാബുമാൻ. ഏത് നിമിഷം വേണമെങ്കിലും അക്ബറിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിൽ ഒരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ നെവിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നെവിന് നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇത്തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് നെവിൻ. എന്തായാലും വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് നെവിന് വളരെ നിർണായകമാണ്. താങ്ക്